എല്ലാ മക്കൾക്കും നമസ്കാരം. നിങ്ങളുടെ ആദ്യത്തെ ആമ്പൽ ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ പാഠഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നമുക്ക് കാണണം. നിങ്ങൾക്ക് ചെയ്യാൻ ചില ജോലികൾ ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്, അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകവും നോട്ട് ബുക്കും ഉണ്ടാവും എന്ന് കരുതാം. ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സാറേ ഒന്ന് ഇടപെട്ടോടെ, പുസ്തകം ഉണ്ടാവില്ല സാറേ. പുസ്തകം അവർക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഓ ശരി, ഓക്കെ. അപ്പോൾ പുസ്തകം ഇല്ലാത്തവരാണ് എങ്കിൽ കുഴപ്പമില്ല. ഞാൻ എൻ്റെ സ്ലൈഡിൽ പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് അത്രയുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സോ നോ പ്രോബ്ലം. അപ്പോൾ എല്ലാ മക്കളെയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആമ്പൽ എന്ന കോഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനത്തെ കോഴ്സായ നീലക്കുറിഞ്ഞി പാസ്സാകുന്നതിന് തൊട്ട് മുമ്പുള്ള കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, 10ാം തരത്തിന് തുല്യമായ നീലക്കുറിഞ്ഞി പാസ്സാകുന്നതിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന കോഴ്സാണ് ആമ്പൽ. ഇതിനു മുമ്പ് 2 കോഴ്സുകളുണ്ട്. നിയാൽ ആ മൈക്കൊന്ന് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ആമ്പൽ ആണ് വളരെ പ്രധാനപ്പെട്ടത്. നീലക്കുറിഞ്ഞിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് ഏറ്റവും സഹായകമായ കോഴ്സാണ് ആമ്പൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ആമ്പൽ എന്നത് ശരിക്കും 3 വർഷത്തെ കോഴ്സാണ്. ആമ്പൽ 3 വർഷത്തെ കോഴ്സാണ്. ആമ്പലിൽ മൊത്തം പഠിക്കേണ്ടത് 6 യൂണിറ്റുകളാണ്. 6 യൂണിറ്റ്സ്. ആമ്പൽ പുസ്തകത്തില് ആകെയുള്ളത് 6 യൂണിറ്റുകളാണ്. ഈ 6 യൂണിറ്റുകൾ പഠിച്ചു തീരേണ്ടത് 3 വർഷം കൊണ്ടാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു വർഷം 2 യൂണിറ്റുകളാണ് നമുക്ക് പൂർത്തിയാക്കേണ്ടത്. ഒരു വർഷം 2 യൂണിറ്റുകൾ നമുക്ക് പൂർത്തിയാക്കുമ്പോൾ 6 യൂണിറ്റുകൾ 3 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ ഇന്ന് അതിൽ നമ്മൾ തുടങ്ങുന്നത്, അതിലെ ആദ്യത്തെ യൂണിറ്റ്, അതിൻ്റെ പേര് ഒന്നല്ലേ ചോര, എല്ലാ ചോരയും ഒന്നാണ് എന്ന ധ്വനി വരുന്നതാണ് ആ യൂണിറ്റിന്റെ പേര്, ഒന്നല്ലേ ചോര. അതില് 3 പാഠങ്ങളാണ് ഉള്ളത്. ആ ഒരു യൂണിറ്റില് 3 പാഠങ്ങളുണ്ട്. ഈ 3 പാഠങ്ങളാണ് നമുക്ക് 6 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടത്. അതിലെ ഒന്നാമത്തെ പാഠം പൊലിക പൊലിക എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടാണ്. രണ്ടാമത്തെ പാഠം എഴുത്തച്ഛൻ, കവിതയും ദേശവും എന്ന തലക്കെട്ടോടു കൂടിയ എഴുത്തച്ഛന്റെ കവിതകളെ കുറിച്ചുള്ള, മലയാളത്തിന്റെ പിതാവ് എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. മൂന്നാമത്തത് ചിരിയുടെ കൂരമ്പ്, കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലുകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാഠമാണ്. അങ്ങനെയുള്ള 3 പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തീർക്കേണ്ടത്. അതിന് നമുക്കുള്ള സമയം 6 മാസമാണ്. അപ്പോൾ അതില് ആദ്യത്തെ പാഠഭാഗമാണ് പൊലിക പൊലിക. നമ്മൾ ഇന്ന് ആ പാഠമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും റെഡിയാണോ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാലോ? ഓക്കെ, ഫൈൻ. നിങ്ങൾ
കഴിയുന്നതും മക്കളെല്ലാവരും റേഞ്ച് ഉള്ളിടത്ത് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും കഴിയുന്നതും വീഡിയോയിലേക്ക് വരണം. കാരണം നമ്മുടെ ഈ ക്ലാസ് ഇന്നിപ്പോ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണണം. കാരണം നിങ്ങൾക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അതൊക്കെ കാണണം. നമുക്ക് തമ്മിൽ കണ്ട് പരിചയപ്പെട്ടിട്ട് വേണം. വരും. അമ്മ പോയി ലാപ്ടോപ്പ് ഓൺ ചെയ്യട്ടെ. എല്ലാവരും അവരവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഞാൻ പേര് വിളിക്കുമ്പോൾ അങ്ങനെയുള്ളവർ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ മതി. ദേവയാനി മൈക്ക് മ്യൂട്ട് ചെയ്യൂ മോളെ. ഓക്കെ, താങ്ക് യു. യെസ്. അപ്പോ ഞാൻ പുസ്തകത്തിനെ പരിചയപ്പെടുത്തി. ആമ്പൽ പുസ്തകത്തിലെ ആകെ യൂണിറ്റുകൾ എത്രയാണ്? 6 ആണ്. അത് പൂർത്തിയാക്കേണ്ടത് 3 വർഷം കൊണ്ടാണ്. അതിലെ ആദ്യത്തെ യൂണിറ്റാണ് ഒന്നല്ലേ ചോര. അതിലെ ആദ്യത്തെ പാഠമാണ് പൊലിക പൊലിക. ശരി, നമ്മൾ ക്ലാസ്സിലേക്ക്, നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ദാ എല്ലാവരും ഒരു കാര്യം ചെയ്തേ. അവരവരുടെ നോട്ട് ബുക്കിൽ ഞാൻ റെഡി എന്ന് പറയുമ്പോൾ തുടങ്ങണം. ധ്യാൻ നോട്ട് ബുക്കില്ലേ? ധ്യാൻ ധ്വനിയല്ല, ധ്യാൻ. അല്ല സാർ, മലയാളം സ്കൂളിലത്തെ നോട്ടിലാണോ എഴുതണ്ടേ? അല്ല മോളെ, ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു നോട്ട് ബുക്ക് എടുത്തു വെച്ചിട്ട് അതിലോട്ട് സാറ് പറയുന്നത് എഴുതിയാൽ മതി. പുതിയത് എടുക്കണോ സാർ? പുതിയതാണെങ്കിൽ നല്ല കാര്യം ധ്വനി. ഓക്കെ സാർ. ഓക്കെ സാർ, വീട്ടിൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റുമോ? ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെ. എല്ലാവരും ബുക്ക് എടുത്തല്ലോ? ശരി, നമ്മൾ തുടങ്ങാൻ പോവാണ്. റെഡി ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഓ ബുക്കില്ല മോനെ, വീട്ടിലല്ലേ ഇരിക്കുന്നേ? ഞാൻ ബുക്ക് കൊണ്ടുവരാം. പെട്ടെന്ന് എടുത്തിട്ട് റെഡി ആവൂ. 1 മിനിറ്റ് സമയം മാക്സിമം. സാർ, ബുക്കിൽ എഴുതാവോ? ഏതെങ്കിലും ബുക്കിൽ എഴുതിക്കോളൂ. ഓക്കെ സാർ. സാർ, ഞാൻ ഇവിടെ വീട്ടിലല്ലല്ലോ, അപ്പൊ ഞാൻ A4 എഴുതട്ടെ? എന്താ ജോലി? A4 എഴുതട്ടെ? ഓ, എല്ലാ ക്ലാസ്സിലും തുടർച്ചയായിട്ടുള്ളത് നിങ്ങളുടെ ബുക്കിലോ A4 പേപ്പറിലാണെങ്കിൽ പേപ്പറിലോ എവിടെ ഉണ്ടാവണം. അതൊരു പോർട്ട്ഫോളിയോ ആയിക്കോണം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ 1 മിനിറ്റ് സമയം തരും. ആ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ പരമാവധി മാക്സിമം മലയാളത്തിലെ 2 അക്ഷരങ്ങളുള്ള അർത്ഥമുള്ള വാക്കുകൾ എഴുതണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ടൈം പറഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാവൂ. മലയാളത്തിലെ 2 അക്ഷരങ്ങൾ വരുന്ന അർത്ഥമുള്ള പരമാവധി വാക്ക് 1 മിനിറ്റ് സമയത്തിനകത്ത് എഴുതണം. ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന ആളെയാണ് ഇക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കണം. റെഡിയല്ലേ? ദാ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. പരമാവധി 2 അക്ഷരങ്ങളുള്ള മലയാളത്തിലെ അർത്ഥമുള്ള വാക്കുകൾ എഴുതൂ. സമയം ആരംഭിച്ചു. എഴുതിക്കോളൂ.
കൂട്ടക്ഷരങ്ങളാണോ? രണ്ട് അക്ഷരം. കൂട്ടക്ഷരമാകുമ്പോ 2.5 അക്ഷരമായില്ലേ? 2 അക്ഷരമുള്ളത് മാത്രം. പെട്ടെന്ന് എഴുതി തുടങ്ങിക്കോ ദൃശ്യ. ചിഹ്നം പറ്റാം. ചിഹ്നമൊക്കെ ചേർക്കാം. ചിഹ്നമോ ചില്ലക്ഷരങ്ങളോ ഒക്കെ ചേർക്കാം. അപ്പോൾ 2 അക്ഷരവും ഒരു ചിഹ്നവും ചേർക്കാൻ പറ്റുമോ? ഓ, മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, ഓവർ. ടൈം ഓവർ. എല്ലാവരും പേന അടച്ചു തരും. സാറ് എനിക്ക് ഇത് വലിയ ക്ലാസ്സിന്റെ എന്തോ? ഓക്കെ. ആദിത്യ എ ദിവാകർ എത്ര വാക്ക് എഴുതി മോളെ? ആദിത്യ എത്ര വാക്ക് എഴുതി? വീഡിയോയിൽ വന്നേ. എത്ര വാക്ക് എഴുതി? എത്ര? ഞാനിപ്പോ ജോയിൻ ചെയ്തേയുള്ളൂ. ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. റോസ് ഡേ, അതായത് ഞാൻ പേനയും പെൻസിലും ഒക്കെ എടുത്തോണ്ട് വന്നു. ഓക്കെ ഓക്കെ ശരി. യശ എം നായർ എത്ര വാക്ക് എഴുതി മോളെ? 2 sir. 2 വാക്ക് എഴുതി. ആരെങ്കിലും 2 വാക്കിൽ കൂടുതൽ എഴുതിയവരുണ്ടോ? ശരി, ഞാൻ ചോദിക്കാം. ഞാൻ 16 വാക്ക് എഴുതി. 16 വാക്ക് എഴുതിയത് ആരാണ്? ഞാൻ ആൽവിൻ. 22 വാക്ക് എഴുതി. ഓക്കെ ഓക്കെ സ്റ്റോപ്പ്. ഇനി ആരും പറയണ്ട, ഞാൻ ചോദിക്കാം. 20 വാക്ക് എഴുതിയവരുണ്ടോ? ഞാനുണ്ട്. പറഞ്ഞു. ഞാനുണ്ട്. ശരി. ഹരിപ്രിയ എത്ര വാക്ക് എഴുതി മോള്? ഹരിപ്രിയ 12. 20 എഴുതിയത് ആരാണ്? ഞാൻ. ഇഷാൻ. ഞാനെന്ന് ഞാനെന്ന് പറഞ്ഞ പേര് പറഞ്ഞോളൂ. 20 ദേവനന്ദൻ. നന്ദൻ. തന്മയ. ഓക്കെ. ദേവനന്ദൻ. ശരി. 18. 20 എഴുതിയ ദേവനന്ദന്റെ വാക്കുകൾ കേൾക്കാം. ആദ്യം ദേവനന്ദൻ ഓരോന്നായിട്ട് വായിക്കണം. ദേവനന്ദൻ വായിക്കൂ. സാർ ഞാൻ 21 എഴുതി. അതാരാ? പേര് പറയൂ. പാർവതി. ഓക്കെ, പാർവതി 21 എഴുതി. ഇനി 21 കൂടുതൽ എഴുതി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ശരി. ഞാന് ദേവനന്ദന്റെ വാക്കുകൾ ആദ്യം കേൾക്കട്ടെ.
ദേവനന്ദൻ വായിക്കൂ. തറ, ആ പറ, ആ മല, ആ മാല, ആ മാണം, ആ തല, ആ വാഴ, കലം, ആ കളി, ആ കിളി, ആ മുഖം, ആ മൂക്ക്, ആ മാങ്ങ, ഓക്കെ. ചക്ക, ആ കല, ആ പല, മനു, തോട്ടി, പിടി, എന്തോ തോട്ടിയോ? പുല, കേക്കട്ടെ കേക്കട്ടെ. പിടി, ദേവനന്ദ പിടി. തോട്ടി എന്നാണോ വായിച്ചത്? അതെ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ആരും പറയാത്ത എന്താ? ഓക്കെ, ഞാന് ഇനി പാർവതിയിൽ കൂടെ വായിച്ചതിന് ശേഷം അടുത്ത കാര്യത്തിലോട്ട് പോകും. പാർവതിക്ക് കൂടെ വായിക്കാൻ അവസരം. പാർവതി വായിക്കും. ഓക്കെ സാർ. 28 എഴുതി. തറ, പറ, വല, തല, റവ, വള, ചേന, പേന, കുപ്പി, തല, കലം, പാമ്പ്, പാവ, ആന, അമ്മ, ആമ, മല, മാല, പൊട്ട്, പന, ചേമ്പ്. പാമ്പും ചേമ്പും എത്ര അക്ഷരങ്ങളുണ്ട് മോളെ? പാമ്പ്, ചേമ്പ്, രണ്ടു വാക്കും എഴുതിയില്ലേ? യെസ് സാർ. ആ, അപ്പൊ മോളാകെ 21 എഴുതിയിരുന്നേ. യെസ്. ആ, അപ്പൊ ഇനി 19 വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഈ വാക്കുകളൊക്കെ എല്ലാവരും സൂക്ഷിച്ചു വെച്ചേക്കണം. ഈ പാഠത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ വാക്കുകൾക്ക് ഉപയോഗം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എഴുതിയ ഈ വാക്കുകൾ അവരവരുടെ നോട്ട് ബുക്കിൽ കാണണം. സാറേ ഞാൻ 25 എഴുതിയേ. ആ, വെരി ഗുഡ് മോളെ. ഞാൻ ഇപ്പം അത് ചോദിക്കുന്നില്ല. മോളെ എഴുതിയ വാക്കുകൾ ഉറപ്പായിട്ട് അത് നമ്മൾ കണക്കിലെടുക്കും. ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ഓരോ ഭാഗം മുമ്പോട്ട് പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതിയ 2 വാക്ക് ഞാൻ ഇത്രയും പേര് 25ഉം 26ഉം ഒക്കെ എഴുതിയത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസും പറയുന്നു. എങ്കിൽ നിങ്ങളുടെ ഇതാരാണ്? ഇതാരാണ് ഇപ്പോ മ്യൂട്ട് ചെയ്യാതെ പറയുന്നത്? അത് പാടില്ല. കേൾക്കാം മോളെ, ഞാൻ വിളിക്കാം. മോളുടെ പേരെന്തോന്നാണ്? ഞാൻ ഈ പ്രസന്റേഷൻ നടത്തുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. മോളുടെ പേര് പറയൂ. അയോണയെ ഞാൻ വിളിക്കാം, ഉറപ്പായിട്ട് വിളിക്കാം. അടുത്ത ടാസ്കും കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം. അടുത്ത ടാസ്കിലും അയോണ ഇതുപോലെ മെച്ചമാകുമോ എന്ന് നോക്കട്ടെ. ഇപ്പൊ കണ്ടോ നിങ്ങള് ആ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ആ, അതിൽ ആദ്യത്തെ സ്വരചിഹ്നം എ എന്നാണ് അല്ലേ? രണ്ടാമത്തെ സ്വരചിഹ്നം ഉ എന്നാണ്. ശരിയല്ലേ? അതെ. പക്ഷേ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മുടെ കുത്തു വെച്ചുകൊണ്ട് 2 വട്ടങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. ആ 2 സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 അക്ഷരങ്ങൾ ചേർക്കാം. പക്ഷേ അത് 2 ചേർന്ന് വരുന്ന ഒരു വാക്കുണ്ടാക്കണം. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ ഇവിടെ ഞാൻ യാ ചേർക്കുകയാണ്. യാ. അപ്പൊ എന്തായി? ഏ എന്നായി. അപ്പുറത്ത് ഞാൻ ഷാ ചേർക്കുകയാണ്. അപ്പൊ എന്തായി? യേശു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഈ 2 സ്പോട്ട് ഇട്ടിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ചേർത്ത് 2 അക്ഷരമുള്ള ഇതേ രീതിയിലുള്ള വാക്കുകൾ ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ വാക്കുകൾ ആരുണ്ടാക്കും എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. കമോൺ. ഒന്ന് പോരാ, പരമാവധി മാക്സിമം. ഓ,
സാർ ഏത് ലെറ്റർ ആണ്? ഇഷ്ടമുള്ള ലെറ്റർ ചേർക്കാം വന്ദന. സാർ പേരുകൾ എഴുതാമോ? ഓ, സാർ 2 വാക്കുകളാണോ? എത്ര വേണമെങ്കിലും എഴുതാം. തോറ്റു ഏ, എഴുതാവാ? തോറ്റു എന്ന് എങ്ങനെ എഴുതും? ഈ സ്വരചിഹ്നങ്ങൾ തന്നെ വരണം, ഇതേ ക്രമത്തിലും വരണം. അതാണ് എന്റെ കാര്യം. ഓക്കെ, സമയം കഴിഞ്ഞു. ഞാൻ ജ്ഞാനദേവിന്റെ അടുത്ത് ആദ്യം ചോദിക്കാം. മോനെ ജ്ഞാനദേവ്, എത്ര എണ്ണം എഴുതി? സാർ 2. ഏതൊക്കെയാണ്? സാർ കേശു, യേശു. കേശു, യേശു. യേശു ഞാൻ പറഞ്ഞതല്ലേ? തേജു, തേജു. തേജു. ഓക്കെ. ദെൻ ഉമ്മൂസ്. ഉമ്മൂസിന് എത്ര വാക്ക് കിട്ടി? സാർ ഞാൻ ഇപ്പോഴേ കയറുള്ളൂ, എനിക്ക് നേരത്തെ കിട്ടാനുള്ളായിരുന്നു, അതുകൊണ്ടാ. ഓ, ഐ സി. കുഴപ്പമില്ല. പിന്നെ ആരാ? ആര്യ പ്രസാദ്. ആ, ആര്യ പ്രസാദ് പറഞ്ഞോളൂ. 2 എണ്ണം. 2 എണ്ണം എഴുതിയുള്ളൂ. ഏതൊക്കെയാ? യദു, കേശു. യദുവോ? എന്താണ് യദു? യദു എങ്ങനെ ശരിയാവുമോ ഇഷ? യദു ശരിയാവുമോ ഇതില്? ഇല്ല. ഓക്കെ, സാർ 3 എണ്ണം കിട്ടി. ആരാണ്? സാർ പ്രയാഗ്, മിഥുൻ. വായിക്കൂ. സാർ കേശു, ദേവു, സേതു. സേതു, വെരി ഗുഡ്. കേശു, 3 എണ്ണം കിട്ടി. ദേവു. 4 എണ്ണം കിട്ടി. സാർ 4 എണ്ണം കിട്ടി. നേരത്തെ 25 എണ്ണം എഴുതിയ നമ്മുടെ മോളുണ്ടല്ലോ, ദിയ. എന്താ അവളുടെ പേര്? അയോണ. അയോണ എത്ര എണ്ണം എഴുതി? 7 എണ്ണം. ഒയ്യോ, വെരി ഗുഡ്. അയോണ മോളെ ഒന്ന് വായിച്ചത്. സാറേ പേരുകളാണേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. മോള് വായിച്ചോളൂ. യേശു, കേശു, കേണു, വേണു, തേജു, വേലു, ദേവു. വേലു, പിന്നെ ആരാ? ദേവു. വെരി ഗുഡ്. എല്ലാരും ഒരു കൈയടി കൊടുത്തേ. സാർ 5 എണ്ണം എഴുതി. 5 എണ്ണം എഴുതി. 6 എണ്ണം എഴുതി. 6 എണ്ണം എഴുതിയത് ആരാ? പേരെന്താണ്? 6 എണ്ണം എഴുതിയ ആരാ? പേര് പറയൂ. അവന്തിക. മോളെ നിക്ക്. ഞാൻ എല്ലാവരുടെയും വായിപ്പിക്കാൻ പറ്റില്ല നമുക്ക്. അവന്തിക വായിച്ചേ. യേശു 2 എണ്ണം സാർ. അവന്തിക വായിക്കട്ടെ. കേശു, യേശു, കേതു, വേണു, രേണു, ദേവു. ഓക്കെ. ഇനി ഇഷാൻ മേനൻ. ഇഷാൻ മേനോൻ 7 എണ്ണം എഴുതി. ഓക്കെ. പക്ഷേ ഇപ്പൊ 3 പേര് വായിച്ചു. അവര് 3 പേര് വായിക്കാത്ത വാക്കുകൾ വേണം വായിക്കാൻ. കേട്ടു, വേണു, തേജു, കേട്ടു, മേയു, മേച്ചു, കേശു. മീറ്റു എന്നോ എന്തോന്നാ വായിച്ചേ? മേച്ചു. എന്തോ? മേച്ചു. മേച്ചു. ഓക്കെ, ഗുഡ്. ഞാൻ 7 എണ്ണം എഴുതിയായിരുന്നു.
ഓക്കെ ഫൈൻ. ഇനി നമ്മള് ഇപ്പൊ നിങ്ങള് രണ്ടക്ഷരങ്ങളുള്ള വാക്കുകൾ നിങ്ങൾ തന്നെത്താനെ എഴുതി. ക്ലിയർ അതിനുശേഷം സാർ ക്ലിയർ ആയില്ല. അജയ് ക്ലിയർ ആവുന്നില്ല. അജയ് മ്യൂട്ട് ചെയ്യണോ? അല്ല, വേറെ മൈക്കുകള് ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്. അധികം പേര് വന്നിട്ടില്ല എങ്കിലും നോക്കട്ടെ. ആരൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഞാനെന്നാ മ്യൂട്ടാളെ കൊടുക്കാം. രണ്ട് സാറ് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങള് ആദ്യം മക്കളെല്ലാവരും രണ്ടക്ഷരങ്ങളുള്ള മലയാളം വാക്ക് എഴുതി. അത് 25, 27 ഒക്കെ എഴുതി 1 മിനിറ്റ് കൊണ്ട്. വളരെ നല്ല കാര്യം, മിടുക്കരാണ് നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അതേ സ്വരത്തിന്റെ ക്രമത്തിനുള്ള രണ്ടക്ഷരങ്ങളുള്ള വാക്കുകൾ എഴുതി. അതും വളരെ കുറച്ച് സമയം കൊണ്ട് 7 മുതൽ 10 വരെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മലയാളത്തില് അത്യാവശ്യം എഴുതാനും കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്, ഞാൻ പേര് വിളിക്കുന്ന ഒരാൾ മാത്രം, ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടത്. വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് നാടൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഈ നാടൻ പാട്ടുകളിൽ എല്ലാത്തിലും വായ്ത്താരികളുണ്ട്. ഈ വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ പരിചയപ്പെട്ട ഒരു വായ്ത്താരിയുടെ വാക്കുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാ എന്താണ് എഴുതിയിരിക്കുന്നത്? താന തനതിന താന തനതിന താന തനതിന തിന്തിന്നോ. ഇതാണല്ലോ. ഇത് അല്ലല്ല, ചൊല്ലാറായില്ല, ഞാൻ പറയാം. സാർ ഒന്നുകൂടെ പറയാം. കാണാൻ പറ്റുന്നില്ലേ? സാർ നമ്മൾ ഇതന്നെയാണോ വായ്ത്താരി പറയേണ്ടത്? അതെ മോളെ, ഇത് ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചു തരാം. വോയിസ് ക്ലിയർ അല്ല. എന്റെ വോയിസ് ആണോ? പറയുന്നതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എക്കോ വരുമ്പോ കേൾക്കാൻ പറ്റുന്നില്ല. അതെയോ? ഇപ്പൊ ക്ലിയർ ആണോ? കുഴപ്പമില്ല. ഓക്കെ. താന തനതിന താന തനതിന താന തനതിന തിന്തിന്നോ. ഇതാണ്. ഇത് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് വർത്താനം പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നേരെ കേൾക്കാൻ പറ്റും. നിങ്ങളുടെ മൈക്ക് ഓൺ ആയിരുന്നിട്ട് വീട്ടിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ മൈക്കിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. മെറീൻ സുഹറ. മെറീൻ സുഹറ മോളെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ വായ്ത്താരി മോളൊന്ന് ഈണത്തിൽ ചൊല്ലാമോ? ഇത് ഒരു ഈണത്തിൽ ഒന്ന് ചൊല്ലിക്കേ, കേക്കട്ടെ. മോളെ ഒന്നും കൂടെ ഈണത്തിൽ ചൊല്ലൂ, കേക്കട്ടെ. ധ്യാൻ ഉണ്ടല്ലോ, ധ്യാൻ കാലൊക്കെ വളരെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ധ്യാൻ ഇതൊന്ന് ചൊല്ലിക്കേ. ധ്യാൻ താന തനദിന താന തനദിന
താന തനതിന തനതിന തക്കിടതു ഹൽ- സാർ ഏത് ചെയ്യാനാ സാർ ആ ഇനി ഇനി ആർക്കിത് ചൊല്ലാം ഭംഗിയായിട്ട് കുറച്ചുകൂടെ? സാർ ഞാൻ ആ ചൊല്ലിക്കോ. സാറേ ഞാൻ പറഞ്ഞോട്ടെ ഒരാൾ തനതിന താനാ തനതിത താനാ തന തിം തിം ഓ തിന്നോ ദൃശ്യമോളെന്ന് പറഞ്ഞു. ഞാൻ പാടിക്കോട്ടെ ഞാൻ പാടിക്കോട്ടെ വേണ്ട, ഞാൻ ഓരോരുത്തരെ വിളിക്കല്ലേ, ഓരോരുത്തരെ വിളിച്ചോട്ടെ. വിളിച്ചിട്ട് മോളെ ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം ഞാൻ പേര് വിളിക്കുന്നവർ ചൊല്ലും ആദ്യം, അതിനുശേഷം ഞാൻ അവസരം തരാം. ദൃശ്യമോള് പാടിക്കേ. താനാ തനദിന താനാ തനദിന താനാ തനദിന തിന്തിന്തോ. വെരി ഗുഡ്. ആരാധ്യ മോള് പാടിക്കേ. താനാ തനദിന താനാ തനദിന താനാ തനദിന തിന്തിന്തോ. തിന്തിൻ തിന്തിന്നോ. തിന്തിന്നോ. ഓക്കെ. ദെൻ ആര്യ പ്രസാദ്. ആ എല്ലാം പറഞ്ഞായിരുന്നോ? ഇനി അക്ഷജ് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ ഇനി എല്ലാവരും ഇത് കൃത്യമായിട്ട് മനസ്സിൽ പാടണം. ആരാണത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നന്നായിട്ടുണ്ട്. ആരാ ചൊല്ലിയത്? കേക്കട്ടെ. മോള് ചൊല്ലിക്കേ, കേക്കട്ടെ. താനാ തനതിന താനാ തനതിന താനാ തനതിന തിന്തിന്നോ. വെരി ഗുഡ്, വെരി ഗുഡ്. പഠിക്കൂ. തനതിന താനാ തനതിന താനാ തനതിന തിന്തിന്തോ. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ ഞാൻ പാടിക്കോട്ടെ? പാടിക്കോളൂ. താനാ തനദിന താനാ തനദിന താനാ തനദിന തിന്തിന്നോ. അങ്ങനെ വേറിട്ട ഈണത്തിൽ ചൊല്ലണം. വേറെ ആരാണ് ഇനി ചൊല്ലാൻ പോകുന്നത്? പേര് പറഞ്ഞാലേ ഞാൻ വിളിക്കുള്ളൂ കേട്ടോ. അനാമിക. ഓക്കെ. താനാ തനദിന താനാ തനദിന തിന്തിന്തോ. ഒരു താനാ തനദിന വന്നില്ലല്ലോ അനാമിക. ഇനി ജ്ഞാൻദേവ് പാടട്ടെ. ജ്ഞാൻദേവ് ജ്ഞാൻദേവിന്റെ അനിയനാണ് സാർ. ആയിക്കോട്ടെ, പാടിക്കോ. താനാ തനദിന താനാ തനദിന താനാ തനദിന തിന്തിന്നോ. വെരി ഗുഡ്. ഓക്കെ. നമുക്ക് അടുത്ത ഇതേപോലെ വായ്ത്താരികള് ഈ താനാ തനദിന താനാ തനദിന താനാ തനദിന തിന്തിന്നു, ഈ വായ്ത്താരി അല്ലാതെ ഇതേപോലെ തായും നായും വരുന്ന വേറെ വായ്ത്താരി ചൊല്ലാമോ? ചൊല്ലാന്നുള്ള ആള് അൺമ്യൂട്ട് ചെയ്തിട്ട് വേറെ വായ്ത്താരി പാടിക്കോളൂ. ഓക്കെ, രാ കൂടെ വന്നു, സാരമില്ല. തനതിന്താരോ. വിഘ്നേഷ് ചൊല്ലു. ഓ, സിനിമ പാട്ടായി അല്ലേ? വെരി ഗുഡ്. മോള് പാട്. സാർ ഞാൻ
തിന്താനെ തിന്താനെ തകത്തിന്തകത്താരാ തിന്താരെ തിന്താരെ തകത്തിന്തകത്താരാ തിന്താരെ തിന്നാരെ തകത്തിന്തകത്താരാ തിന്നാരെ തിന്നാരെ തകത്തിന്തകത്താരാ. വെരി ഗുഡ്. ഓക്കെ ഫൈൻ. ആരാണ് പേര് പറയണം? ധ്വനി പാടിക്കോട്ടെ. ധ്വനി പാടിക്കോളൂ. തത്തിനന്തന തനതിനന്തന തനതിനന്തന തിന്തിന്തു. തത്തിനന്ദിന തനതിനന്ദിന തനതിനന്ദിന തിന്തിന്നു. വെരി ഗുഡ്. ദെൻ നിയാൽ പാടിക്കോട്ടെ. നിയാൻ. ഓക്കെ. അത്തിന്തോം തിന്തിയും തുന്തന തിന്താന്തിനെന്തോ തകതിന്തോം തിന്തിയും തുന്തന തിന്താന്തിനെന്തോ. വെരി ഗുഡ്. ഓക്കെ ഫൈൻ. സാർ അപ്പോ അവന്തിക പാടട്ടെ. പാടിക്കോളൂ പാടിക്കോളൂ. തന തിന്നത്താനാ തിന്നത്താനാ നിന്നത്തിന്നെന്തോ തന തിന്തിന്നാന തിന്തിന്നാന തിന്താ തന തനതോ. ഓക്കെ ഫൈൻ. ഇനി ഞാൻ പാടട്ടെ. ആരാണ് പാടിക്കോട്ടെ. പേര്? ഐവിൻ. ഐവിൻ. ആയിക്കോട്ടെ നൈബിൻ. തന്തിനത്താനേ തന്തിനത്താനേ താന തന്തിനത്താനേ ആ തന്തിനത്താനേ തന്തിനത്താനേ താന തന്തിനത്താനേ. ഓക്കെ ഗുഡ്. കൊള്ളാം. പിന്നെ ഇനിയുണ്ടോ ആരെങ്കിലും? സാർ ആ ഞാൻ പാടട്ടെ. പേര് പറഞ്ഞ മോളെ. വന്ദന പാടട്ടെ. നന്ദന പാടിക്കോളൂ. താനേ താനാനേ താനാനാനേ തനേ തനെ താനേ നാനാനേ താനാനാനേ. ഓക്കെ. താനേ. ഞാൻ പാടിക്കോട്ടെ. ആരാണ് പേര് പറയണം? ശ്രീനന്ദ. ശ്രീവത്സ. ഓക്കെ. ശ്രീനന്ദ. ശ്രീനന്ദ. റൈറ്റ്. പാടിക്കോളൂ. താനാനേ 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 താനാനേ. താനാനേ 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 താ. ഓക്കെ വെരി ഗുഡ്. സാർ വേദപൂർണ്ണ പാടിക്കോട്ടെ. ഒരെണ്ണം കൂടെയോ? അവസാനമാണ്. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇതില്ല, വേറെയാണ് നമ്മൾ അടുത്താണ് ചെയ്യുന്നത്. ഓക്കെ പാടിക്കോളൂ മോള്. പാടിക്കോ. തന്നക്കന്താരോ തന്നക്കന്താരോ തന്നക്കൻ തന്നക്കൻ തന്താരോ തന്നക്കന്താരോ തന്നക്കന്താരോ തന്നക്കൻ തന്നക്കൻ തന്നാരോ. വെരി ഗുഡ്. ഇനി നമുക്ക് നിങ്ങള് ഭംഗിയായിട്ട് വായ്ത്താരി എല്ലാം ചൊല്ലി കേട്ടോ. എല്ലാവർക്കും അഭിനന്ദനമുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളെ പാഠഭാഗത്തിൽ ഒരു വായ്ത്താരി ഉണ്ട്. ആ വായ്ത്താരി ഒന്ന് പാടി നോക്കണം. എല്ലാവർക്കും സ്ക്രീനിൽ കാണാലോ. മോനെ ഏതോ ഒരു മോൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല. പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. സ്ക്രീനിൽ നോക്കി മനസ്സിരുത്തി ശബ്ദം ഉണ്ടാക്കാതെ എല്ലാരും വായിച്ച്. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വായിച്ചു തരാം. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വെച്ചോരു അരിയും പൊലിക, കത്തിച്ചു വെച്ചോരു ദീപം പൊലിക, ഊരു പൊലിക ഉലകം പൊലിക, നാട് പൊലിക നഗരം പൊലിക. എല്ലാവർക്കും ഇതൊന്ന് മനസ്സിൽ വായിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഈണം നിങ്ങൾക്ക് കണ്ടെത്തി വെക്കാം. അതാരാണ് മൈക്ക് മ്യൂട്ട് ചെയ്യാതെ വായിക്കുന്നത്? അജയ അതൊക്കെ ആരാണെന്ന് നോക്കണേ പ്ലീസ്. പോലിക 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 എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. സർ പറഞ്ഞോളൂ. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ,
ആദിയിൽ വെച്ചോരു അരിയും പൊലിക, കത്തിച്ചു വെച്ചോരു ദീപം പൊലിക, ഊരു പൊലിക, ഉലകം പൊലിക, നാട് പൊലിക, നഗരം പൊലിക. ഇപ്പൊ ഈ 6 വരികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാനിങ്ങനെ നമ്മളെല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടും അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ടെത്തും കേട്ടോ. കണ്ടെത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കും. നിങ്ങളുടെ മൈക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പാട്ടെ. മോളുടെ പേരെന്താണ്? മോളുടെ പേര് പറയൂ. സാർ അക്ഷജ് പാടിക്കോട്ടെ? അക്ഷജ്. ഓക്കെ, അക്ഷജ് പാടും. ഞാൻ ആ, മോള് വരട്ടെ. അക്ഷജ് പാടിക്കഴിഞ്ഞിട്ട് മോക്ക് പാടാം. അക്ഷജ് പാടിക്ക് കേക്കട്ടെ. പുലിക 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 ദൈവമേ, പുലിക 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 ദൈവമേ, ആദിയിൽ വെച്ചൊരു അരിയും പുലിക, കത്തിച്ചു വെച്ചൊരു ദീപം പുലിക, ഒരു പുലിക, ഉലകം പുലിക, നാടു പൊലിക, നഗരം പൊലിക. എല്ലാവരും അക്ഷജിന് നല്ലൊരു കയ്യടി കൊടുത്തേ. കേക്കണം, കയ്യടി കേക്കണം. വെരി ഗുഡ്. ഓക്കെ അക്ഷയ്. പാടിക്കോട്ടെ. ആ, ഇനി അടുത്ത ആരാണ്? മോളുടെ പേര് പറയണം. ഞാൻ പാടിക്കോട്ടെ എന്ന് നിങ്ങൾ ശ്രീനന്ദ. ശ്രീനന്ദ. റൈറ്റ്, ശ്രീനന്ദ പാടിക്കോളൂ മോളൂ. പുലിക 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 ദൈവമേ, പുലിക 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 ദൈവമേ, ആദിയിൽ വെച്ചോരു അരിയും പുലിക, കത്തിച്ചു വെച്ചോരു ദീപം പുലിക, വെരി ഗുഡ്. ആ, ഊരും പുലിക, ഉലകം പുലിക, ആ, നാടു പുലിക, നരകം പുലിക. അയ്യോ, നരകമൊന്നല്ല മോളെ. നഗരം പുലിക. ആ, ഞാൻ പാടിക്കോട്ടെ? ഓക്കെ. ഞാൻ ഇനി പേര് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. പേര് പറയണം. അല്ല, ഇപ്പൊ പറഞ്ഞ മോള് പാടട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ, നയോണ പാടിക്കോളൂ. പുലിക 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 ദൈവമേ, പുലിക 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 ദൈവമേ, ആദിയിൽ വെച്ചൊരു അരിയും പുലിക, ആദിയിൽ സോറി സാർ, ഒന്നും കൂടെ പാടി. പുലിക 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 ദൈവമേ, പുലിക 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 ദൈവമേ, ആദിയിൽ വെച്ചൊരു അരിയും പുലിക, കത്തിച്ചു വെച്ചൊരു ദീപം പുലിക, ഊരു പുലിക, ഉലകും പുലിക, നാടും പുലിക, നഗരം പുലിക. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. സാർ പ്രണവ് പാടിക്കോട്ടെ? പ്രണവ്. ഓക്കെ, പ്രണവ്. പ്രണവ്. പ്രണവ് പാടിക്കോട്ടെ? മോളെ പ്രണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്രണവ് പാടിക്കോട്ടെ. പ്രണവില്ലേ? പിന്നെ സാറുണ്ട്. ആ, പാടൂ. പിന്നെ പോലിക 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 ദൈവമേ,
പൊലിക 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 ദൈവമേ, ആദിയിൽ വച്ചൊരു അരിയും പൊലിക, കത്തിച്ചു വച്ചൊരു ദീപം പൊലിക, ഊരും പൊലിക, ഉലകും പൊലിക പൊലിക, നാടും പൊലിക, നഗരവും പൊലിക. നാട് പൊലിക, നഗരം പൊലിക. ഓക്കെ. സാർ ഞാൻ പറയട്ടെ. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞു. അമർകൃഷ്ണ. അമർകൃഷ്ണ. സർ അവന്തിക. ആദ്യം ഞാൻ ഈ പറയുന്ന കേട്ടു വെക്ക്. ആദ്യം അമൽ കൃഷ്ണ, ദെൻ അവന്തിക, പിന്നെ എന്താണ് ധന്യ. ആരോ ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നല്ലോ, ധന്യ. ആ ഓക്കെ, ഈ ക്രമത്തിന് പാടണം. ആദ്യം അമൽ കൃഷ്ണ പാടൂ. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വെച്ചൊരു അരിയും പൊലിക, കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക, ഊരു പൊലിക, ഉലകം പൊലിക, നാട് പൊലിക, നഗരം പൊലിക. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തത് അവന്തിക അല്ലേ? യെസ് സർ. ആ. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വച്ചൊരു അരിയം പൊലിക, വച്ചൊരു ദീപം പൊലിക, ഊരു പൊലിക, ഉലകം പൊലിക, നാടു പൊലിക, നഗരം പൊലിക. ഓക്കെ, ഫൈൻ. ഇനി ആരാ ഒരു ധന്യ? ഇല്ലേ? ആ, ഞാൻ പാടിക്കോട്ടെ? ഈ ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിക്കരുത്. പാടിക്കോട്ടെ. പേര് പറയൂ, പേര് പറയൂ. സർ റിയ പാടട്ടെ? അല്ല, നിയാൽ. നിയാൽ ആരാണ്? നിയാൽ പാടിക്കോളൂ. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വച്ചൊരു അരിയും പൊലിക, കത്തിച്ചു വച്ചൊരു ദീപം പൊലിക, ഊരു പൊലിക, ഉലകം പൊലിക, നാടു പൊലിക, നഗരം പൊലിക. വെരി ഗുഡ് നിയ. അടുത്തത് അസ്മിത. സാർ ധ്വനി പാടിക്കോട്ടെ? ധ്വനി വരട്ടെ. അസ്മിത പാടി കഴിഞ്ഞിട്ട് ധ്വനി. ഓക്കെ. പൊലിക 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 ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വച്ചൊരു അരിയും പൊലിക, കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക. ദീപം പൊലിക. ആ പാടിക്കോ. മോള് പാടിക്കോ. പൊലിക, ഉലകം പൊലിക, നാടും പൊലിക, നഗരവും പൊലിക. ഓക്കെ, ഫൈൻ. ഇനി ഒരാളും കൂടെ പാടുള്ളൂ. ഇത് ധ്വനിയാണ്. ധ്വനി പാടിക്കോട്ടെ. ധ്വനി പാടിയിട്ട് ഇനി ഒരുപാട് പാടാൻ അവസരം ഉണ്ട് മക്കളെ. ഇപ്പൊ ധ്വനി പാടുന്ന കേൾക്കും എല്ലാരും. പൊലിക ദൈവമേ, പൊലിക 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 ദൈവമേ, ആദിയിൽ വെച്ചൊരു അരിയും പൊലിക, കത്തിച്ചു വെച്ചൊരു ദീപവും പൊലിക, ഊരു പൊലിക, ഉലകം പൊലിക, നാടു പൊലിക, നഗരം പൊലിക. ഓക്കെ, ഇനി നിങ്ങൾ പലരും പല ഈണത്തിലൊക്കെ പാടി നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല ആവേശത്തിൽ പാടിയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട്. മോളെ നിക്ക്. എല്ലാവർക്കും ഇപ്പൊ 100-200 പേര് ഇപ്പോ ഈ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. അത്രയും പേർക്ക് പാടാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്തായാലും ഞാൻ മാക്സിമം പേർക്ക് പാടാനുള്ള അവസരം തരാം. അതിന് ഇനി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ പൊലിക ഈ 6 വരികള് പല ഈണത്തിലാണ് പാടിയത്. നമുക്ക് ഇതിന്റെ
വേറൊരു ഈണം കൂടെ ഒന്ന് കേൾക്കാം. നിങ്ങൾ ഇത് ആദ്യം കേൾക്കണം. നിങ്ങൾ ഇത് ആദ്യം കേട്ടിട്ട് നിങ്ങൾ ഈ ഈണത്തിൽ കൂടെ പാടാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഈ വരികളുടെ കൂടെ നിങ്ങൾ പാടണ്ട, പക്ഷെ കേട്ടാ മതി. ഓക്കെ? ഓക്കെ സർ. ഇപ്പൊ പറഞ്ഞത് കേൾക്കാമോ? ഇപ്പൊ ശബ്ദം കേൾക്കാമോ? കേൾക്കാം സർ. സർ പക്ഷെ വേറെ മൈക്ക് അൺമ്യൂട്ട് ആയതുകൊണ്ട് ഇടയ്ക്ക് കേൾക്കാൻ പറ്റില്ല. സർ കേൾക്കാൻ പറ്റുന്നില്ല. സർ കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല സാർ കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല സർ. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല? സാർ ഇപ്പൊ കേൾക്കാം. എല്ലാവരും കേൾക്കാറുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ നോക്കൂ. സാറേ കുറച്ച് ലാഗായിട്ടാണ് കേൾക്കാൻ പറ്റുന്നില്ല. സാറേ കുറച്ച് ലാഗായിട്ടാണ് കേൾക്കുന്നത്. ഒന്നും കേൾക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നു. ഒന്നും കേൾക്കുന്നില്ല. അജയ, കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, വളരെ വ്യക്തമല്ല, ഒട്ടും വ്യക്തമല്ല. ഒട്ടും വ്യക്തമല്ല അല്ലേ? ആ, സാറ് തന്നെ ഒന്ന് പാടാമോ? അയ്യോ, ഡോക്ടർ ജി കെ സാർ മാക്സിമം വോളിയൂമിൽ വയ്ക്കും. ചെറുങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. സാർ ഒന്നും കേൾക്കുന്നില്ല. തീരെ ഇല്ല. ഒന്നും കേൾക്കുന്നില്ല. സാറൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് നേരെ കേൾക്കൂ. ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. സാറ് കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റണില്ല. ചിലതേ കേൾക്കാൻ പറ്റുന്നില്ല. മൈക്ക് ഓൺ ആവുന്നത് കൊണ്ട് ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നുണ്ടായിരുന്നില്ല സാർ. ഇടയ്ക്ക് വെച്ച് കട്ടായി പോവാണ്. കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലോ. കേൾക്കാൻ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വേറെ മൈക്ക് ഓൺ ആവുന്നോണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കാൻ പറ്റാത്തതേ നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളോട് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും എൻ്റെ ഇടയ്ക്ക് കയറി മൈക്ക് ഓൺ ചെയ്തിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയണ്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. കേട്ടവരാരെങ്കിലും ഉണ്ടോ മക്കളെ ഇതില്?
ആ ഞാൻ കേട്ടായിരുന്നു ആദ്യത്തെ സെന്റൻസ്. അത് കേൾക്കാൻ പറ്റും. ഞാൻ ഞാൻ കുറച്ച് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. ഞാൻ കേട്ടിനെ നേരത്തെ കുറച്ച് പിള്ളേരെ മിണ്ടാണ്ടിരുന്നപ്പോ. അത് തന്നെ, ഇവര് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല എന്ന് കയറി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഓഡിയോ അയച്ചു തരാം. ബാക്കി കേൾക്കുന്നവരെ കൂടെ ബുദ്ധിമുട്ടിക്കരുതേ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റാതായത്. നമ്മളൊന്നും പറഞ്ഞില്ല സാർ. ഞാൻ ഇനി നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ അന്നേരം ഇത് നിർത്തിയിട്ട് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകും. പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കേൾപ്പിക്കുകയാണ് കേട്ടോ. സാറൊന്നും കേൾക്കണില്ല. സാറൊന്നും കേൾക്കണില്ല. കേൾക്കുന്നില്ല സാർ. ഓക്കെ, എന്നാലും ഈ ഈണം കേട്ടവരുണ്ടല്ലോ? പാടിയത് എന്തോ മക്കളെ കേട്ടില്ല? ഞാൻ ഈ ഇടത്തിലായിരുന്നു പാടിയത്. ആ അതെ അതെ, ഓക്കെ. എന്നാലും നമുക്ക് ഇതൊരു തോറ്റം പാട്ടാണ്. അതായത് നമ്മുടെ ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്ക്, അതായത് പലതരം തെയ്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അതില് പൊട്ടൻ തെയ്യം, ആ തെയ്യത്തിന്റെ പലതരം തോറ്റുപാട്ടുകളിൽ ഒരു തോറ്റം പാട്ടാണ് ഇപ്പം ഈ പൊലിക പൊലിക എന്നുള്ള പാട്ട്. അപ്പൊ ഇതിന്റെ ഒരു ഈണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ ഈണം കേട്ടല്ലോ? ഒരിക്കൽ കൂടെ ഇതേ ഈണം, അതിലെ ഹമ്മിങ് മാത്രം, അതായത് ആ എന്ന് പറഞ്ഞ് കേട്ടില്ലേ? ആ ഹമ്മിങ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് അതിന്റെ ഈണം. ആ ഹമ്മിങ് നിങ്ങൾ മനസ്സിൽ കൂടെ പാടിക്കണം കേട്ടോ. ഓക്കെ, അജയ് കൃഷ്ണ മൈക്ക് ഓൺ ചെയ്തേ. അജയ് കൃഷ്ണ
അജയ് കൃഷ്ണ ഉണ്ടല്ലോ, ഇല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, അജയ് കൃഷ്ണ ആരാണ്? വീഡിയോയിലും വരണം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യുകയും വേണം. അജയ് കൃഷ്ണ ഇല്ലേ? അജയ് കൃഷ്ണ അയാൾ പോയോ? ഓക്കെ, സാരമില്ല. അപ്പൊ ഈ ഹമ്മിങ് കേട്ടല്ലോ. ആ അത് ആ ഹമ്മിങ് ആരെങ്കിലും ഒരാള് ഒന്ന് അതേ ഈണത്തില് അതേ താളത്തിൽ പാടണം. താളം ഞാൻ എങ്ങനെയായിരുന്നു? പാടട്ടെ സർ? ആ ഞാൻ പാടട്ടെ? ശ്രീനന്ദ മോളെ, പാടട്ടെ. ഞാനെന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. പേര് പറഞ്ഞോളൂ. സാറേ ഒന്നുകൂടി ഒക്കെ മനസ്സിലായിട്ടില്ല. പേരൊന്നും കേട്ടില്ല ഞാൻ. ശ്രീനന്ദ പാടിക്കോട്ടെ. റിയാലൊക്കെ നേരത്തെ പാടിയതാണല്ലോ. അന്ന മാത്യു ഇതുവരെയും പാടിയിട്ടില്ല. അന്ന മാത്യു, അന്ന മാത്യു. പാടട്ടെ? റിയാൽ മോളെ നിക്ക്, അന്ന മാത്യു പാടിക്കട്ടെ. സർ പൊലികയാണോ? എന്തോ പൊലിക? എന്തോ സംഭവം ആ ഹമ്മിങ് അടക്കം. കട്ടിട്ട് ഒന്നുകൂടെ കയറാം. ഇപ്പൊ എനിക്ക് സൗണ്ട് പോയേട്ടാ. അന്ന ആ പാടിക്കോളൂ. പൊലിക 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 ദൈവമേ പൊലിക പൊലിക. അല്ലല്ല അന്ന ഇപ്പൊ ഒരു ഈണം കേട്ടില്ലേ? ആ സർ. ആ ഈണത്തിൽ പാടൂ. പക്ഷെ സാർ എനിക്ക് ചിലയിടത്ത് ആ ഈണം കേൾക്കാൻ പറ്റിയില്ല സാർ. എന്നാലും കേട്ട ഒരു ഓർമ്മയുണ്ടല്ലോ. ആ സർ. ആ ഒരു ഈണത്തിലും താളത്തിലും ഒന്ന് പാടി നോക്കിക്കേ. പൊലിക പൊലിക എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഈണമല്ലായിരുന്നു അത്? ആ സർ. അതിലൊന്ന് പാടിക്കേ. പൊലിക 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 ദൈവമേ പൊലിക 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 ദൈവമേ ആദിയിൽ വെച്ചൊരു അരിയും പൊലിക കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക. ഓക്കെ, അന്ന നന്നായി. ഇനി അതേ ഈണത്തിൽ നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരാള് പേര് പറഞ്ഞേ. റിയ. ഓക്കെ, പാടിക്കോളൂ. റിയാൽ ആരാണ്? പാടിക്കൂ. പൊലിക പൊലിക. സാറേ പൂലിക എന്ന് പറഞ്ഞ എന്തുവാ? അത് പിന്നെ പറയാം, നീ ഇപ്പൊ പറഞ്ഞത് കേക്ക്. പൊലിക 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 പോ ദൈവമേ ആദിയിൽ വച്ചൊരു അരിയും പൊലിക കത്തിച്ചു വച്ചൊരു ദീപം പൊലിക പൊലിക ഉലകം പൊലിക നാടും പൊലിക നഗരം പൊലിക. ഇനി ഒന്നും കൂടെ പൊലിക പൊലിക ആദ്യത്തെ രണ്ടുപേരും പാടിക്ക്. പൊലിക 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 പോ ദൈവമേ. വെരി ഗുഡ്. ഞാൻ പാടിക്കോട്ടെ? ശ്രീനന്ദ പാടിക്കോട്ടെ? ഇപ്പൊ എല്ലാവരും കേക്കണം ഇത്. റിയ പാടിയ ആ പൊലിക പൊലിക ആദ്യത്തെ വരി ഒന്നും കൂടെ പാടും മോളെ, ഉറക്കെ ഒന്ന്. സാർ റിയാൻദേവാണ്. അതെ റിയാൻ, ഉറക്കെ പാടിക്ക മോനെ. പൊലിക 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 പോ ദൈവമേ പൊലിക 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 പോ ദൈവമേ. എല്ലാരും ആ മോൻ പാടിയതുപോലെ ഒന്ന് മനസ്സിൽ പാടിക്കോ. റിയാൻ ഒരിക്കൽ കൂടെ പാടിക്കൊടുക്കുക. എല്ലാരും മനസ്സിൽ പാടണം അതേ ഈണത്തിൽ.
അവൻ പാടിയത് ആ തോറ്റം പാട്ടിന്റെ ഏതാണ്ട് അടുത്ത് വരുന്ന ഈണം തന്നെയാണ്. അതൊന്ന് കേട്ട് വയ്ക്ക് എല്ലാരും. ഒരിക്കൽ കൂടെ പാടുമോനെ. പൊലിക പോലിക പൊലിക പോ ദൈവമേ പൊലിക പോലിക പൊലിക പോ ദൈവമേ. ആ ഓക്കെ, വെരി ഗുഡ്. റിയാൻ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇനി ശ്രീനന്ദ പഠിക്കോട്ടെ. ആരാ? ശ്രീനന്ദ. ശ്രീഭദ്ര. ആ ഓക്കെ. ശ്രീനന്ദ. ആ ശ്രീനന്ദ. ഓക്കെ ഫൈൻ. ശ്രീനന്ദ പാടിക്കോളൂ, കേക്കട്ടെ. പൊലിക 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 ദൈവമേ പൊലിക 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 ദൈവമേ ആദിയിൽ വെച്ചൊരു അരിയും പോലിക കത്തിയും പോലിക ഊരും പോലിക ഉലകം പോലിക നാടു പോലിക നഗരം പോലിക. ഓക്കെ ഫൈൻ. ഇനി ഒരാളും കൂടെ ഇതേ ഈണത്തില് പാടണം. ആരാണ് ആ ഒരാൾക്കും കൂടെ അവസരമുള്ളൂ ഇപ്പോ. അന്ത്യ പാടിക്കോട്ടെ. പേരെന്താ പറഞ്ഞ ഇപ്പൊ? അന്ത്യ. ഓക്കെ. പൊലിക പോലിക പൊലിക ദൈവമേ പൊലിക പോലിക പൊലിക ദൈവമേ ആദിയിൽ വെച്ചൊരു അരിയും പോലിക കത്തിച്ചു വെച്ചൊരു ദീപം പോലിക ഒരു പോലിക ഉലകം പോലിക നാടു പോലിക നഗരം പോലിക. ആ റിയാൻ പാടിയത് നിങ്ങൾ ആരും കേട്ടില്ല. അതുപോലെ പാടാൻ കൂടെ പഠിക്കണം കേട്ടോ എല്ലാരും. നിങ്ങൾക്ക് കഴിയും, മറ്റെല്ലാവർക്കും കഴിയും. നന്നായിട്ട് നിങ്ങൾ നല്ല രസമായിട്ട് നിങ്ങൾ പാടുന്നുണ്ട്. ചിലര് മനസ്സിൽ പാടുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വരികള് ഉറക്കെ ചൊല്ലാൻ പറ്റണം നന്നായിട്ട്. ആ റിയാൻ പാടിയ പോലെ വേണമെങ്കിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് റിയാനെ ഒരിക്കൽ കൂടെ പാടിക്കാം. റിയാൻ മോനെ. റിയാനില്ലേ? ഉണ്ട് സാർ. ആ മോൻ ഒന്നും കൂടെ പഠിക്കുക അത്. പൊലിക പോലിക പൊലിക പോ ദൈവമേ പൊലിക പോലിക പൊലിക പോ ദൈവമേ. അടുത്ത കാര്യം ആദിയിൽ വച്ചൊരു അരിയും. അറിയാനെ അത് ഉയരെ. ആദിയിൽ വെച്ചോരു വരിയും പോലിക കത്തിച്ചു വച്ചൊരു ദീപം പോലിക പോലിക ഉലകം പോലിക നാടും പോലിക നഗരം പോലിക. ഓക്കെ ഫൈൻ. എല്ലാവരുടെയും ചെവിയിൽ ഈ ഈണം മുഴങ്ങട്ടെ. ഇനി ഈ 6 വരിയില് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ള ബുക്കില് എഴുതേണ്ടത് ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏത്, ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏത് എന്നത് എല്ലാവരും ഈ സ്ലൈഡ് നോക്കി അവരവരുടെ ബുക്കിൽ എഴുതണം. ഈ 6 വരികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏത്? സർ ബുക്കിൽ എഴുതാനാണോ? അതെ. സാർ ഓ സാർ ഫുൾ എഴുതണോ? എന്തോ? ഇത് ഫുള്ള് എഴുതിയിട്ട് കണ്ടുപിടിക്കാനാണോ? അല്ല മോളെ, ഞാൻ മോടെ മുന്നിലുള്ള സ്ലൈഡില്ലേ, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡില്ലേ,
സ്ക്രീനിലുള്ള ഈ 6 വരികളിൽ നിന്ന് ഇഷ്ടമുള്ള വരി കണ്ടെത്തി എഴുതുക. സാർ ഞാൻ ഫുള്ള് എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരി ഏതാണ്? ഒരു വരി, ഇതിൽ 6 വരികളുണ്ട്, അതിൽ ഇഷ്ടമുള്ള ഒരു വരി ഏതാണെന്ന് എഴുതണം. സാറേ ഞാൻ മൊത്തം എഴുതി. മൊത്തം അല്ല മോനെ എഴുതാൻ സാർ പറഞ്ഞത്. ഞാൻ ആ ഒരു വരി എഴുതി. ആ മൊത്തം എഴുതിയാലും കുഴപ്പമില്ല. മൊത്തം എഴുതിയതില് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ വരച്ചാൽ മതി. മൊത്തം എഴുതിയവര് ഇഷ്ടപ്പെട്ടത് അതിന്റെ അടിയിൽ വരയ്ക്കുക. മുഴുവനും എഴുതിയവര് അവർക്ക് ഇഷ്ടപ്പെട്ട വരിയുടെ അടിയിൽ വരയ്ക്കുക. സാർ ഞാൻ എഴുതി. എഴുതി സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അയോണ എഴുതി. സാർ അയോണ. എല്ലാരും എഴുതി. ഓക്കെ, ഞാൻ വരാം. ഞാൻ ഇനി ഇതുവരെയും ശബ്ദം കേൾക്കാത്തവരുടെ ശബ്ദത്തിലേക്ക് പോവുകയാണ്. ശ്രേയ ഉല്ലാസ്. എന്റെ ശബ്ദത്തിൽ എല്ലാവരും ഏറ്റവും ശ്രേയ ഉല്ലാസ്, മോള് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് മോക്ക്? കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക. കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക, അതാണ് മോക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഫൈൻ. മോളെ, എന്തുകൊണ്ടാ മോക്ക് അത് ഇഷ്ടപ്പെട്ടത് ഉല്ലാസേ? എനിക്ക് അതിന്റെ ഒരു ടൂൺ എന്താ ഇഷ്ടപ്പെട്ടു. കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക എന്ന് പറയുന്നിടത്ത് മാത്രമുള്ള ട്യൂണാണോ ഇഷ്ടപ്പെട്ടത്? അവിടുത്തെ ട്യൂൺ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മോക്ക് ആ വരി ഇഷ്ടമായി തോന്നിയത് അല്ലേ? ഓക്കെ. ഇനി നിരഞ്ജന PV. വൺ വരി കണ്ട. ഇടയിടെ ഏതോ ഒരു മോൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല. നിരഞ്ജന മോളെ, മോക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക. എന്താ മോക്ക് അത് ഇഷ്ടപ്പെടാൻ കാരണം? അത് പാടുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്. എല്ലാരും പാടുന്ന കേൾക്കാൻ രസമുള്ളത് കൊണ്ടാണ് മോക്ക് ആ വരി ഇഷ്ടപ്പെട്ടത് അല്ലേ? ഓക്കേ. സാറേ ഒരു ഡൗട്ട്. ഈ പൊലിക എന്ന് വെച്ചാ എന്താ? അത് പറയാം. നമ്മള് അങ്ങോട്ടേക്ക് തന്നെയാണ് പോണത്. ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ആദ്യം നമ്മുടെ ഈ ടാസ്ക് കഴിയട്ടെ, ഓരോ ടാസ്ക് ആയിട്ട് പോട്ടെ കേട്ടോ. ഇനി അപ്പൊ നിരഞ്ജന മോക്ക് ആ വരി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. എന്താണ് വേദപൂർവ? സാർ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വിളിക്കാം. വേദപൂർവ. പൂർണ്ണ എന്നാണോ? ഓക്കെ. വേദപൂർണ്ണ ഏതാ വരി ഇഷ്ടപ്പെട്ടത്? നാടു പൊലിക നഗരം പൊലിക. വെരി ഗുഡ്. എന്താ മോക്ക് ആ വരി ആ വരി പാടിക്കൊണ്ട് പറ. നാടു പൊലിക നഗരം പൊലിക. ഓക്കെ. എന്തുകൊണ്ട് ആ വരി ഇഷ്ടപ്പെട്ടത്? എല്ലാവർക്കും വിജയം കരസ്ഥമാകട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് ആ വരി തോന്നി. വെരി ഗുഡ്. മോള് ഈ പറഞ്ഞ ഉത്തരം എഴുതി വെച്ചോണം കേട്ടോ. എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ളതും കൂടെ എഴുതിക്കോണം കേട്ടോ. ഓക്കെ ഫൈൻ. വെരി ഗുഡ്. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നോക്കട്ടെ. അമർകൃഷ്ണ പറഞ്ഞോട്ടെ. അമർകൃഷ്ണയല്ലേ ഞാൻ നേരത്തെ അമർകൃഷ്ണ നേരത്തെ ഞാൻ വിളിച്ചപ്പോ അമർകൃഷ്ണയെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ എവിടെ പോയിരുന്നു? വിളിച്ചല്ലോ ഞാൻ. അമർകൃഷ്ണയാണ് ആദ്യം വിളിച്ചത്. ഹലോ. ഓക്കെ. അമർകൃഷ്ണ പറയൂ. സാർ കത്തിച്ചു വെച്ചൊരു ദീപം പൊലിക. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? സാർ അതിന്റെ അർത്ഥം. എന്താണ് അർത്ഥം? കത്തിച്ചു വെച്ചൊരു ദീപം വെളിച്ചം പകർത്തട്ടെ. അതുകൊണ്ട് അത് വാഴുക അല്ലേ? യെസ്. അതുകൊണ്ട് കത്തിച്ചു വെച്ച വിളക്ക് ദീപം പ്രകാശം പരത്തട്ടെ, അതുകൊണ്ട് എന്നും വിളക്ക് വാഴട്ടെ. ഓക്കെ, ശരി, വെരി ഗുഡ്. ഇനി ഹരിപ്രിയ. സർ
ഊരും പൊലിക ഉലകവും പൊലിക. ഓ വെരി ഗുഡ്. അത് പാടിക്കേ മോളെ. ഊരും പൊലിക ഉലകവും പൊലിക. ഊരു പൊലിക അല്ലേ? അതെ സാർ. ആ ഉലകവും പൊലിക. ഉലകം പൊലിക. ഓക്കെ, എന്താണത്? അതെന്ന് വെച്ചാൽ നമ്മളുടെ വീടും നാടാണ്. പിന്നെ ഉലകവും നാടാണ്. അതുകൊണ്ട് വീടും നാടും രാജ്യവും ലോകവും ഒക്കെ വാഴട്ടെ എന്നുള്ളതാണ് അർത്ഥം അല്ലേ? അതെ സാർ. ഓക്കെ. ദെൻ ഇനി ആരാണ്? അമർ. അമർ കൃഷ്ണ പറഞ്ഞല്ലോ. പിന്നെ ആരാ? ഷേന. പറഞ്ഞോളൂ സാർ. പറഞ്ഞോട്ടെ. മോൻ എഴുതിയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു. സാർ, നാട് പോലിക നഗരം പോലിക. അതാണ് മോൻ ഇഷ്ടപ്പെട്ടത്. വെരി ഗുഡ്. സാർ, എനിക്ക് നാട്ടുകളിലും നഗരങ്ങളിലും പോകാൻ വളരെ ഇഷ്ടമാണ്. പോകാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ആ വരി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഓക്കെ. ഇനി ആരാ പറയുന്നേ? ഇതിൽ ഈ റെഡ്മി നോട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആളുടെ പേരെന്തോന്നാ? ഇസബല്ലയോ? ഓക്കെ. ഇസബല്ല എഴുതിയ വരി ഏതാ? ഇഷ്ടപ്പെട്ട വരി ഏതാ? ഊരു പോലിക ഉലകം പോലിക. എന്താ ഇസബല്ല മോളെ അത് ഇഷ്ടപ്പെടാൻ കാര്യം? അതിന്റെ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൊലികയുടെ അർത്ഥം ഊഹിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമൊക്കെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞതിന്റെ വെളിച്ചത്തില് ഇതിൽ നിന്ന് നിങ്ങൾ പൊലിക എന്നതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കിയത്? വാഴട്ടെ. ഓക്കെ, വാഴട്ടെ. പ്രകാശം വാഴുക. ഓക്കെ. വാഴട്ടെ. അത് അങ്ങനെയാണ്. അതാണ് വർദ്ധിപ്പിക്കുക. ഓക്കെ. സമൃദ്ധി ഉണ്ടാവുക, വർദ്ധിപ്പിക്കുക, മെച്ചപ്പെടുക, നന്നാവുക. ഇങ്ങനെ ആ അർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് അർത്ഥമാണ് ഏത് ഈ പൊലിക എന്നുള്ളത്. പൊലിക എന്ന് പറഞ്ഞാൽ എല്ലാം നന്നാകട്ടെ, വർദ്ധിക്കട്ടെ, മെച്ചപ്പെടട്ടെ, അതുപോലെ തന്നെ വാഴട്ടെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സില് ആദ്യം മുതൽ നടന്ന കാര്യം കൃത്യമായിട്ട് യാതൊന്നും വിടാതെ കൃത്യമായി ഒന്ന് ഓർമ്മിച്ച് ചെയ്ത കാര്യങ്ങൾ മാത്രം ഒന്ന് കുറിച്ചു വെച്ചേ. ഒന്ന് ക്രമമായിട്ട് എഴുതി വെച്ചേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ അതിനിടയ്ക്ക് എഴുതിയോ എല്ലാം? ഞാൻ തുടക്കം മുതൽ ചെയ്ത് ഈ അവസാനം വരെ എത്തിയത് വരെയുള്ള കാര്യങ്ങൾ എഴുതണം. ബാക്കിയുള്ളവരും കൂടി എഴുതട്ടെ. ഞാൻ ഓരോന്നും ചെയ്തപ്പോഴും സൈഡിൽ ഒന്നെന്നിട്ട് എഴുതിയായിരുന്നു. ഓക്കെ. സാർ എഴുതി. ഓക്കെ. ആരാണ് ഈ ഏസർ എന്ന്? അതാരാ? അയാളുടെ പേരെന്താണ്? നമുക്ക് രണ്ടുപേർക്കും ആർക്കാണ് കിട്ടാത്ത മറ്റാ കിട്ടിയെന്നുള്ളത് അറിയില്ല. സാറേ എഴുതി. ഓക്കെ. വായിക്കാം, ഞാൻ പറയാം. സാർ എഴുതി.
എല്ലാരും എഴുതട്ടെ മോളെ. അമേയ, അമേയ കെ മോള്. അപ്പൊ ഇന്ന് നടന്ന കാര്യങ്ങൾ ക്രമമായിട്ട് എഴുതിയതൊന്ന് വായിച്ചേ മോള്. സാർ ഞാൻ ഫസ്റ്റും സെക്കൻഡിലും ഉണ്ടായിട്ടാ. ആഹാ, ഓക്കെ. നെറ്റ് പ്രോബ്ലം ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പോഴേ കിട്ടുന്നുണ്ട്. സാർ കാനായി നമ്മുടെ ഫേവറേറ്റ് ആയ ആ പൊലികയിലെ ലൈനത്തെ ഇഷ്ടമുള്ള ലൈൻ എഴുതുക, അതിന്റെ മീനിങ് എന്താണെന്ന്. അവിടെ അപ്പൊ ഏറ്റവും അവസാനമേ മോൾ എത്തിയുള്ളൂ അല്ലേ? ഓ, ഓക്കെ. ദിയ പി നായർ, ദിയ പി നായർ. സാർ മോൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നോ? സാർ പകുതി ജോയിൻ ചെയ്തു. പകുതി വെച്ചിട്ട് മോളുടെയും ഓഡിയോയ്ക്ക് പ്രശ്നമാണ്. ഓക്കെ. അർജുൻ, സാർ കാനായി അർജുൻ പ്രഭാഷ്. സാർ മോൻ ആദ്യം മുതൽ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തത്. കുറച്ച് നേരത്തെയാണ് വന്നത്. ഓക്കെ, എഴുതിയത് പറയൂ, വായിക്കൂ. സാർ കാനായി സാറേ ഞാൻ പറഞ്ഞോട്ടെ. മോളെ നിക്ക്. അഭിനവ്, അഭിനവ് പി വി. അഭിനവ്, സാർ കാനായി മോളെ ഞാൻ എഴുതട്ടെ, പറയട്ടെ ആൽവിൻ. ഞാൻ ഒരാളുടെ പേര് വിളിച്ചിട്ടില്ലേ, അയാള് വരുമെന്ന് നോക്കട്ടെ. അഭിനവ് പി വി ഇല്ല. ആനന്ദ് പി സി. ആനന്ദ് പി സി ഉണ്ടോ? ഇല്ല. റോഷിത്, റോഷിത്. റോഷിത് ഇല്ല. സാർ ഗൗരി ഡൗട്ട് ചോദിച്ചോട്ടെ. റോഷിത്, റോഷിത് പറഞ്ഞോളൂ. സാർ ഞാൻ ലാസ്റ്റ് എന്തുകൊണ്ടാ ആ ലൈൻ ഇഷ്ടപ്പെട്ട പറയുമ്പോ ജോയിൻ ആയത്. അവിടെ മുതൽക്കാണ് ജോയിൻ ചെയ്തത് അല്ലേ? അപ്പൊ ഇങ്ങനെ അവസാനത്ത് ജോയിൻ ചെയ്തവർക്ക് ആദ്യം നടന്ന കാര്യമൊക്കെ എങ്ങനെ കിട്ടും ഇനി? അതൊരു വലിയ ബുദ്ധിമുട്ടായില്ലേ ആദ്യം മുതൽ കേറാൻ പറ്റാതെ വന്നത്. യൂട്യൂബിൽ ഉണ്ടാവും സാർ, കുട്ടികൾക്ക് പിന്നീട് കാണാം. യൂട്യൂബിൽ ഉണ്ടാവും, നിങ്ങൾ പിന്നെ കണ്ടോണ്ടാ മതി. ഓക്കെ. ദെൻ ഷെയ്ഖ്, ഷെയ്ഖ് അർമാൻ മാലിക്. മോൻ പറഞ്ഞേ. തുടക്കം മുതൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ മുതൽക്ക് നടന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ചത് പറഞ്ഞേ, ക്രമമായിട്ട്, ക്രമം തെറ്റാതെ. മറ്റുള്ളവർ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഷെയ്ഖ് പറയുന്നതിൽ എന്തെങ്കിലും വിട്ടുപോയോന്ന്. ഓക്കെ, ശരി, പറഞ്ഞോളൂ. വാക്കുകള് പറഞ്ഞു, വെരി ഗുഡ്. ചിഹ്നങ്ങള് വെച്ച് ഏതാണ്? പിന്നെ ഈ രണ്ട് ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള രണ്ടക്ഷരമുള്ള വാക്കുകൾ എഴുതാൻ ആവശ്യപ്പെട്ടു. സാർ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ മോനെ, ഷെയ്ഖ് രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഖ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത്, ബാക്കി ആള് പറയുന്നതിന് മുമ്പ് ഞാൻ അത് കട്ട് ചെയ്യുകയാണ്. മോൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് രണ്ടക്ഷരങ്ങളുള്ള വാക്കുകൾ എഴുതാൻ പറഞ്ഞു. രണ്ടക്ഷരമുള്ള വാക്കുകൾ എഴുതാൻ പറഞ്ഞിട്ട് എന്താ ചെയ്തത്? ഒരു മിനിറ്റില് പരമാവധി രണ്ടക്ഷരമുള്ള വാക്കുകൾ എഴുതാൻ. സാർ ഞാൻ പറഞ്ഞോട്ടെ.
ഞാൻ വരാം വരാം വരാം. ഈ നന്ദൻ എച്ച് നായർ ആരാണ്? ഒരു സെക്കൻഡ്. സർ ഞാനാണ്. മോൻ ആദ്യം മുതൽ ഉണ്ടായിരുന്നോ? യെസ് സർ. എങ്കിൽ മോൻ പറയൂ. സർ ആദ്യം ആ. 2 അക്ഷരമുള്ള വാക്കുകൾ 1 മിനിറ്റിൽ എഴുതാൻ പറഞ്ഞു. അതിനു മുമ്പൊന്നും നടന്നില്ലേ? അതിനു മുമ്പ് എന്തായിരുന്നു? 6 യൂണിറ്റ് ഉണ്ട്, 3 വർഷം കൊണ്ട് അതാണ്. പഠിക്കേണ്ടത്. അതെ അതെ അതെ, നമ്മൾ ആമ്പൽ എന്ന പുസ്തകം പരിചയപ്പെട്ടു ആദ്യം അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ. പറഞ്ഞോളൂ മോനെ. സർ അത് കഴിഞ്ഞിട്ട് 2 ചിഹ്നങ്ങൾ വെച്ചിട്ട് 1 മിനിറ്റിൽ എഴുതാൻ പറഞ്ഞു. പിന്നെ അല്ല, എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി അത് അവതരിപ്പിച്ചു അല്ലേ? അത്രയും കാര്യം നടന്നില്ലേ? അങ്ങനെ പറയണം. ഓക്കെ, ദെൻ പിന്നെ വരികള് പൊളികോളികന്റെ യൂണിറ്റിന്റെ ആണോ? 5 വരികള് അതാണോ അടുത്ത് ചെയ്തേ? അല്ല, പറഞ്ഞോ മോനെ. അടുത്ത് നമ്മൾ ചെയ്തത് ഏതായിരുന്നു? താന അല്ലേ? ഒരു വായ്പാരി പറഞ്ഞു. അതെ അതെ, അത് പല ഈണത്തിൽ നമ്മൾ ചൊല്ലി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വായ്ത്താരികൾ ചൊല്ലി. അതിനുശേഷമാണ് നമ്മൾ പൊലിക പൊലിക എന്ന 6 വരികൾ പല ഈണത്തിൽ ചൊല്ലി നിങ്ങൾ ഓരോരുത്തരും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈണം കേൾപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വരി കണ്ടുപിടിച്ചു. ആ വരി ഇഷ്ടപ്പെടാൻ കാരണം എന്തെന്ന് നിങ്ങൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. ഇത്രയും നമ്മൾ ചെയ്തപ്പോ നിങ്ങൾ ഭംഗിയായിട്ട് ഈ പൊലിക പൊലിക എന്ന ആ 6 വരികളിൽ നിങ്ങൾ വളരെയേറെ പരിചിതരായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു വായ്ത്താരിയിൽ തുടങ്ങി ഒരു പാട്ടിന്റെ, ഒരു നാടൻ പാട്ടിന്റെ അല്ലെങ്കിൽ ഒരു തോറ്റം പാട്ടിന്റെ കുറെ വരികളിലേക്ക് ആണ് നമ്മൾ ഇന്ന് ശ്രദ്ധ വെച്ചത്. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നാണ് ആദ്യമായി ആമ്പലിന്റെ ക്ലാസ് ആരംഭിച്ചത്. ഈ ആമ്പലിന്റെ ക്ലാസ് ഇന്നു മുതൽ ആരംഭിച്ചു എന്നത് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അറിയാമോ? അറിയാം. ഓക്കെ, വെരി ഗുഡ്. ഐദർ എ പോസ്റ്റർ ഓർ എ നോട്ടീസ്. ഒരു പോസ്റ്ററോ നോട്ടീസോ നിങ്ങൾ തയ്യാറാക്കണം. അതിലെന്തൊക്കെ വേണം? ഇന്നത്തെ തീയതി വേണം, അതിനൊരു തലക്കെട്ട് വേണം. ആ തലക്കെട്ടില് നമ്മുടെ ആമ്പൽ ക്ലാസ് ആരംഭിച്ചു, അത് എപ്പോഴാരംഭിച്ചു, അതിൽ എത്ര പേര് പങ്കെടുത്തു, പങ്കെടുക്കും എന്നൊക്കെയുള്ളതിന്റെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇത് അടുത്ത ക്ലാസ് ഇത്രാം തീയതിയാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസായിട്ട് നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയെങ്കിലും നോട്ടീസോ പോസ്റ്ററോ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ എഴുതി, നിങ്ങളുടെ പേരും എഴുതി നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആമ്പൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം നമ്മൾ പോർട്ട്ഫോളിയോ ആക്കി വിലയിരുത്തുന്ന സാധനങ്ങളാണ്. സോ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾ സ്വതന്ത്രമായി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്ത് നിങ്ങൾ അതിനെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നിങ്ങൾക്ക് അത് തിരിച്ചു തരും, കറക്റ്റ് ചെയ്ത് തരും. അതിനുശേഷം നിങ്ങൾ അത് കറക്റ്റഡ് ഫോമും കൂടെ അതിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇനി
എനിക്ക് വേണ്ടത് ആരെങ്കിലും 3 പേര് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം പറയണം. അത് ഞാൻ പേര് വിളിക്കുന്നില്ല, മ്യൂട്ട് ചെയ്യുക. ഒരാള് പറയും. ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവര് നിശബ്ദരാകുക. ഞാൻ പറഞ്ഞോട്ടെ. ആ, മോള് പറഞ്ഞോ, കേക്കട്ടെ. ഫസ്റ്റ് പണ്ടൊക്കെ ഞാൻ മലയാളം ക്ലാസ് മറ്റേ നീലഗിരി അതിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്. ആ, അപ്പൊ ചെറുതായിട്ട് ബോറൊക്കെ അടിച്ചിരുന്നു. പിന്നെ സെറ്റായി. ഇത് ഫസ്റ്റ് തൊട്ടേ ഇരുന്നപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആ, നന്നായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ. മോക്ക് മലയാളം ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. ഇന്ന് മലയാളത്തില് മനസ്സിലാക്കിയത് എന്തോന്നാണെന്ന് പറയാമോ? കൊറേ വാക്കുകൾ പഠിച്ചു, വായ്ത്താരികൾ പഠിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഒരു നല്ല സാർ കാര്യം. വേദപൂർണ്ണ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. കാര്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആമ്പലിന്റെ ഗ്രൂപ്പ് ഒന്നുമില്ല. ആ, അതൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ നമ്മുടെ ഓഫീസിൽ ചെയ്തോളും. സാർ അപ്പം അത് വന്നിട്ടില്ലേ നമുക്ക് നോട്ടീസ് ഗിരീഷ് മാഷ് അത് നമ്മുടെ ആശയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആശയോട് ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ പ്രോബ്ലം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. യു വിൽ ബി ആഡഡ് ടു ദാറ്റ് ഗ്രൂപ്പ്. നോ പ്രോബ്ലം. ഇനി ആരാ പറയുന്നത് റിവ്യൂ? ഇനി 2 പേർക്ക് കൂടെ ചാൻസ് ഉണ്ട്. സാർ ഞാൻ വേദപൂർണ്ണ. പറഞ്ഞോളൂ. ഒട്ടും ബോറടിപ്പിക്കാണ്ട് ഫസ്റ്റ് തൊട്ടേ ഇപ്പൊ ലാസ്റ്റ് വരെ ഇപ്പൊ നമുക്ക് ക്ലാസ് തീരാൻ നേരത്ത് വീണ്ടും തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. പിന്നെ സാധാരണ കണിക്കൊന്നയിലെ ക്ലാസ് പോലെ അല്ലാണ്ട് നമ്മളെ കുറെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പോലെ ഒരു എൻജോയ്മെന്റിലൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. ഇനി ഒരാൾ കൂടെ ചാൻസ് ഉണ്ട്. സർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മോൻ പറഞ്ഞോ, പേര് പറഞ്ഞോ മോനെ. സർ അമർകൃഷ്ണ. അമർകൃഷ്ണ, പറഞ്ഞോളൂ. സർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പൊട്ടൻ ദൈവം മറ്റൊരു ഇതിനെ കുറിച്ചുള്ള വായ്ത്താരിയൊക്കെ കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഓക്കെ, ഈ ക്ലാസ് എടുത്ത ആളുടെ പേര് മനസ്സിലായോ? സർ ഗിരീഷ് വാസുദേവ് സാർ. ഓക്കെ. അല്ല, അത് നിങ്ങള് റിപ്പോർട്ട് എഴുതുമ്പോ പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്. ഓക്കെ സാർ. പക്ഷേ എനിക്ക് കണിക്കൊന്നയുടെ ക്ലാസ്സിലൊന്നും ഇങ്ങനെ മീറ്റിങ്ങിലൊന്നും ഇതാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ യൂട്യൂബിലാ കണ്ടത്. പക്ഷെ ഇത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ ഇങ്ങനത്തെ. വെരി ഗുഡ്. ഓക്കെ മോളെ. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ അത്യന്തം സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നല്ല ഡൈനാമിക് ആണ്, നല്ല ഊർജ്ജസ്വലതയുള്ള വളരെ. പിന്നെ ചിലരൊക്കെ ചില നിശബ്ദരായിട്ടിരുന്നു. ഞാൻ അടുത്ത ക്ലാസ്സിൽ അവരെ എല്ലാവരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഒരു നല്ല മലയാളത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് മലയാളം പഠിക്കുവാനുള്ള ഒരു ക്ലാസ് നമുക്ക് ലഭ്യമാകുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം മിഷന്റെ ഈ ആമ്പൽ ഉദ്യമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു.